ആമേ. എത്ര ബുദ്ധിയുള്ളവൾ, എത്ര ജ്ഞാനമുള്ളവൾ, എത്ര വിവേകമുള്ളവൾ. ആമേ. അവളുടെ പ്രത്യേകത എന്താ? അവൾക്ക് വിവേകമുണ്ട്. അവൾ എടുത്തു ചാട്ടമുള്ള ഒരു സ്ത്രീയല്ല, ചാടി പ്രതികരിക്കുന്ന ഒരു സ്ത്രീയല്ല. അവൾ സൗമ്യതയുള്ള സ്ത്രീയാ, അവൾ ക്ഷമയുള്ള സ്ത്രീയാണ്. ആമേ. അപ്പൊ വിടുതൽ കിട്ടണ എന്ത് വേണം? ഒരു സൗമ്യത, ഒരു ക്ഷമ. സൗമ്യതയോടെ, ക്ഷമയോടെ. സ്തോത്രം. അവൾ വിടുതലിന്റെ സാധ്യത നോക്കി. ആമേൻ. സ്തോത്രം. നിനക്ക് തരത്തില്ലെന്നല്ല യേശു പറഞ്ഞത്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമാറില്ലെന്നാ പറഞ്ഞേ. നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞില്ല. നിനക്ക് എവിടെ ഒരു സാധ്യതയുണ്ട്, നിന്റെ സാധ്യതയുമായി നീ വാ, നിന്റെ അവകാശവുമായി നീ വാ, നിനക്കുള്ളതുമായി നീ വാ. അത് പ്രാപിച്ചേ നീ മടങ്ങി പോകത്തുള്ളൂ. ഇന്ന് പകൽ ആമേ സ്തോത്രം. നിന്റെ വിടുതലിനുള്ള സാധ്യതകൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ സ്ഥാനത്ത് ഇന്ന് പകൽ കിടക്കുമ്പോൾ ആ സാധ്യതയെ കാണാതെ, ആ സാധ്യതയെ തിരിച്ചറിയാതെ, ഓ സ്തോത്രം, നീ പിറുപിറുക്കുന്നത് എന്ത്? സംശയിക്കുന്നത് എന്ത്? ഓ സ്തോത്രം, മൗനമായിരിക്കുന്നത് എന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെടരുത്, ക്ഷീണിക്കരുത്, തളരരുത്, മടുത്തു പോകരുത്. ആമേൻ. പിന്നെന്തോ ചെയ്യണം? വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചേ, വളരെ സൂക്ഷ്മമായി നിങ്ങളെ നോക്കിക്കേ. എന്റെ വിടുതൽ എവിടെയാണ്? എന്റെ വിടുതൽ ഇവിടെ എവിടെയോ ഉണ്ട്. അത് കണ്ടെത്തുക. അത് കണ്ടെത്തുവാനുള്ള ഒരു ക്ഷമ. കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ മൗനമായിരിക്കത്തില്ല. വിടുതൽ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ മൗനമായിരുന്നില്ല. വിടുതൽ കണ്ടെത്തിയതും അവൾ പ്രതികരിച്ചു. ആമേൻ. അവളുടെ പ്രതികരണം നിരാശയുടെ പ്രതികരണമല്ല, അവളുടെ പ്രതികരണം പിറുപിറുപ്പിന്റെ പ്രതികരണമല്ല, അവളുടെ പ്രതികരണം വിശ്വാസത്തിന്റെ പ്രതികരണമാണ്. അവളുടെ പ്രതികരണം അത്ഭുതം കണ്ട പ്രതികരണമാണ്. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ എത്ര പേർ പ്രതികരിക്കാൻ തയ്യാറാകും? വിശ്വാസത്തോടെ എത്ര പേർ പ്രതികരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം? വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ നീ പ്രതികരിച്ചോ? നിന്റെ വിശ്വാസത്തിന് അത്രേ നീ പ്രതികരിക്കേണ്ടത്. നിന്റെ വിശ്വാസത്തിന് അത്രേ ആമേൻ നീ മറുപടി പറയേണ്ടത്. ഓ, ഇത് ഒരു വിടുതലിന്റെ പകലത്രേ. നിന്റെ വിശ്വാസം, ഓ സ്തോത്രം, ദൈവത്തോട് നീ പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസത്തോട് എന്റെ യേശു പ്രതികരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ അവൾ പ്രതികരിച്ചപ്പോൾ യേശു വിശ്വാസത്തോടെ പ്രതികരിച്ചു. ഇന്ന് പകൽക്കാലം യേശു പ്രതികരിക്കുന്നത് നിന്റെ നിലവിളിയോടല്ല, നിന്റെ കണ്ണുനീരിനോടല്ല, നിന്റെ യാചനയോടല്ല. യേശു പ്രതികരിക്കുന്നത് നിന്റെ വിശ്വാസത്തോടാണ്. അവൻ വിശ്വാസത്തോട് പ്രതികരിക്കുന്നവനത്രേ. അവൻ വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നവനത്രേ. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് വിശ്വാസമുള്ള എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്? ആമേൻ. വിശ്വാസത്തോടെ ഇന്ന് പകൽ വന്നവർ എത്ര പേർ ഇരിപ്പുണ്ട്? ആമേൻ. അവർക്കിത് വെറുതെ ഇരിക്കുന്ന പകലല്ല, അവർക്കിത് അടങ്ങിയിരിക്കുന്ന പകലല്ല. ആമേൻ. അവർക്കിത് വിടുതൽ പ്രാപിക്കുന്ന പകലാ, അവർക്കിത് വിടുതൽ സ്വീകരിക്കുന്ന പകലാ, അവർക്കിത് ജീവിതത്തിന്റെ വഴിയെ മാറ്റിമറിക്കുന്ന പകലാ. അവരുടെ ജീവിതത്തിന്റെ വഴിയെ ഇന്ന് പകൽ മാറ്റിമറിക്കാൻ പോകുകയാ. ആമേൻ, ആമേൻ. നീ നിൽക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിലാണ്, നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിലാണ്, നിന്റെ ജീവിതത്തിന്റെ ബ്രേക്ക് ത്രൂ. അതെ, ആ ബ്രേക്ക് ത്രൂവിന്റെ ആ സമയത്തിൽ അത്രേ നീ നിൽക്കുന്നത്. ഓ സ്തോത്രം. നിന്റെ ജീവിതം വഴി തിരിയാൻ പോകുകയാ, നിന്റെ ജീവിതം വഴി തിരിയാൻ പോകുകയാ, നിന്റെ കുടുംബം വഴി തിരിയാൻ പോകുകയാ. ഹല്ലേലൂയ. ഇതുവരെ യാത്ര ചെയ്യാത്ത ഒരു പുതിയ പാതയിലൂടെ യേശു നിന്നെ യാത്ര ചെയ്യിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ പ്രാപിക്കാത്ത, ഇതുവരെ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത മഹത്വകരമായ പ്രവർത്തികളുടെ വഴിയിലൂടെ യേശു നിന്നെ നടത്താൻ പോകുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിന്റെ ആത്മാവ് വ്യക്തിത്വങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് കസേരയിരിക്കുന്ന ചില സഹോദരിമാരുടെ മേൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അവർ അസ്ഥികളിൽ നിന്ന് ബന്ധനങ്ങൾ പൊട്ടുന്നത് ഞാൻ കണ്ടു. യെസ്,
യെസ്, ചില മുഖങ്ങൾ പകരുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലർ വിടുതൽ വ്യക്തമായി ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. യേശു, യേശു നിന്നെ വിടുവിക്കുന്നവനാ. യേശു, യെസ്, അത് പ്രാപിച്ചോ. ഓ, receive the power. Yes, yes, yes. ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. യേശു നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നാം വന്നിരിക്കുന്നത് നമ്മുടെ വിടുതലുമായി വന്ന യേശുവിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ. യാത്ര ചെയ്ത് ആമേൻ അവൾ എത്തിയത്, ഓ സ്തോത്രം, മറ്റാരുടെയും അടുക്കലല്ല, അത്ഭുത മന്ത്രിയുടെ അടുക്കലാണ്. അത്ഭുത മന്ത്രിയുടെ അരികിലേക്ക് ഇന്ന് പകൽ യാത്ര ചെയ്ത് ആര് വന്നിട്ടുണ്ടോ? നീ വന്നത് ഏതോ പാസ്റ്റർ അടുക്കലല്ല, ഏതോ വ്യക്തിയുടെ അടുക്കലല്ല. നീ വന്നത്, ഓ സ്തോത്രം, വാക്ക് മാറാത്തവൻ, ഒന്നും അസാധ്യമായിട്ടില്ലാത്തവൻ, സകലവും സാധ്യമാക്കുന്നവൻ, സകലവും സാധ്യമാക്കുന്ന യേശുവിന്റെ അരികിലത്രേ ഇന്ന് പകൽ നീ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാ നോക്കിയേ, ആ കനാന്റെ സ്ത്രീ യേശുവിനോട് പ്രതികരിച്ചപ്പോ യേശു പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം, ആമേൻ, ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ഇത്ര വലിയ വിശ്വാസം, ആമേൻ. ഒന്ന് പറഞ്ഞേ, ഇത്ര വലിയ വിശ്വാസം. ഇന്ന് പകൽ വലിയ വിശ്വാസമുള്ളവരുണ്ടോ? വലിയ വിശ്വാസമുള്ളവരുണ്ടോ? ഇന്ന് പകൽ നിന്റെ വിശ്വാസത്തിന്റെ മേൽ അത്ഭുതം വെളിപ്പെടാൻ പോകുകയാ. നിന്റെ വിശ്വാസത്തിന് മേൽ അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. ആമേൻ. വലിയ വിശ്വാസം. ഇതാ വിശ്വാസത്തോട് യേശു പ്രതികരിക്കുക. ഇതാ വലിയ വിശ്വാസം. ആമേൻ. ചില മിനിറ്റുകൾക്ക് മുമ്പ് അടഞ്ഞു പോയെന്ന് പറഞ്ഞ വഴി, അടഞ്ഞെന്ന് പറഞ്ഞ വാതിൽ, അസാധ്യമെന്ന് പറഞ്ഞ വിഷയം, ചില മിനിറ്റുകൾക്ക് മുമ്പ് ഇനി നടക്കത്തില്ല എന്ന് ചിന്തിച്ച വിഷയം, പക്ഷേ വിശ്വാസം അവിടെ പ്രവർത്തിച്ചപ്പോൾ, തന്റെ സാധ്യതയെ അവൾ കണ്ടെത്തിയപ്പോൾ, വിശ്വാസത്താൽ അവൾ പ്രതികരിച്ചപ്പോൾ, അവൾ കഴിഞ്ഞ മിനിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ട് അവൾ പ്രാപിപ്പാനിടയായി. ഇന്ന് പകൽ ഇതുവരെ നീ പറഞ്ഞു വന്നിരിക്കുന്നത് എനിക്കൊരു വിടുതൽ സാധ്യമല്ല എന്ന വാക്കുമായിട്ടാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ വഴി ദൈവം തിരിച്ചുവിടുന്നു. സാധ്യമല്ലെന്ന് കഴിഞ്ഞ മിനിറ്റുകളിൽ നീ പറഞ്ഞ വിഷയം സാധ്യമായി മാറാൻ പോകുകയാ. യെസ്, യെസ്, യെസ്. പ്രതികൂലം എന്ന് പറഞ്ഞത് നിനക്ക് അനുകൂലമായി മാറാൻ പോകുകയാ. കഴിഞ്ഞ മിനിറ്റുകളിൽ പ്രതികൂലമായി നിന്നത് ഇന്ന് പകൽ എന്റെ യേശു അനുകൂലമാക്കി മാറ്റാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്താണ് അനുഗ്രഹം? പ്രതികൂലമായതെല്ലാം അനുകൂലമായി മാറുന്നതിന്റെ പേരാണ് അനുഗ്രഹം. എന്താണ് ശാപം? എല്ലാം പ്രതികൂലമായതിന്റെ പേരാണ് ശാപം. സകലവും പ്രതികൂലമായി. ഏദനിൽ ആദാമിനും ഹവ്വയ്ക്കും സകലവും പ്രതികൂലമായി മാറ്റപ്പെട്ടു. മനുഷ്യവർഗത്തിന് സകലവും പ്രതികൂലമായി. ആ പ്രതികൂലമായതിന് എല്ലാം ചേർത്തിന് പേരിട്ടു ശാപം. എന്നാൽ സകലവും അനുകൂലമായി മാറിയപ്പോൾ അതിനൊരു പേരിട്ടു അനുഗ്രഹം. സകലവും അനുകൂലമായി മാറി. ആമേൻ. ഇതാ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൾക്കൊരു ശാപമുണ്ട്, അവൾക്കൊരു പ്രശ്നമുണ്ട്, അവളുടെ കുടുംബത്തിനൊരു വിഷയമുണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ പ്രതികൂലം അവൾ അനുകൂലമാക്കി. ആമേൻ. അവൾ ഇപ്പോൾ പോകുന്നത് പ്രതികൂലം അനുഭവിക്കുന്നതായല്ല, പ്രതികൂലം അനുകൂലമായി മാറിയവളായിട്ടാണ്. അവെ കരയുന്നവളായല്ല, അവൾ പോകുന്നത് സന്തോഷിക്കുന്നവളായ. അവൾ പോകുന്നത് നിരാശയായിട്ടല്ല, അവൾ പോകുന്നത് പ്രത്യാശയുടെ സമൃദ്ധിയോടെയാണ്. ഇന്ന് പകൽ യേശു നിന്നെ മടക്കി വിടാൻ പോകുന്നത് പ്രത്യാശയുടെ സമൃദ്ധിയോടെ മടക്കി വിടാൻ പോകുകയാ. ഹല്ലേലൂയ. നീ തിരികെ പോകുന്നത് കണ്ണുനീരോടെ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ. നീ തിരികെ പോകുന്നത് ഭാരം വഹിക്കുന്ന വ്യക്തിയായിട്ട് ആയിരിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ തിരികെ പോകുന്നത് അത്ഭുതം പ്രാപിച്ച വ്യക്തിയായിട്ടത്രേ.
ആമേൻ. സ്തോത്രം. ഒരിക്കൽ മറ്റൊരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അവൾക്കുമുണ്ടൊരു ശാപം, രക്തസ്രവം. എല്ലാവരും പുറന്തള്ളപ്പെട്ടവൾ, തിരസ്കരിക്കപ്പെട്ടവൾ, ആരും അംഗീകരിക്കാത്തവർ, എല്ലാവരും ഉപേക്ഷിച്ചവൾ, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലവൾ. എന്നാൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ആമേൻ. എന്റെ ശാപം മാറ്റാൻ അധികാരമുള്ളവൻ, എന്റെ ശാപം മാറ്റാൻ അധികാരമുള്ളവൻ, എന്റെ രോഗം മാറ്റാൻ അധികാരമുള്ളവൻ, എന്റെ ബന്ധനം അഴിക്കാൻ അധികാരമുള്ളവൻ, എനിക്ക് ജയം തരാൻ അധികാരമുള്ളവൻ. അവന്റെ അടുക്കൽ ചെന്നാൽ പിന്നെ പരാജയമില്ല. അവന്റെ അടുക്കൽ ചെന്നാൽ അവിടെ ജയമത്രേ. സ്തോത്രം. അതുകൊണ്ട് അവൾ വിടുതലിന് വേണ്ടി തിടുക്കപ്പെട്ടു പോയി. അവൾ ഇഴഞ്ഞല്ല പോയത്, അവൾ ഏന്തി വലിഞ്ഞല്ല പോയത്, അവൾ കിട്ടുമോ കിട്ടത്തില്ല സംശയിച്ചല്ല പോയത്. അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എന്റെ സൗഖ്യം കിടപ്പുണ്ട്. അവൾ പറഞ്ഞു, അവന്റെ പക്കൽ എന്റെ വിടുതലുണ്ട്. ഞാൻ അത് പ്രാപിക്കും, ഞാൻ അത് സ്വീകരിക്കും, ഞാൻ അതിനെ പ്രാപിച്ചെടുക്കും. അവന്റെ അടുക്കൽ ചെല്ലുവോളം ഞാൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവളാണ്. എന്നാൽ അവനെ തൊടുമ്പോൾ ഞാൻ സ്വതന്ത്രയാകും. ഇന്ന് പകൽ യേശുവിനെ തൊടുമ്പോൾ നീ സ്വതന്ത്രയാകും. യേശുവിനെ തൊടുമ്പോൾ നീ സ്വതന്ത്രയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ വന്നത് നിന്റെ കുഞ്ഞിന്റെ രോഗവുമായിട്ടാണെങ്കിൽ ഇന്ന് പകൽ നീ മടങ്ങിപ്പോകുന്ന സഹോദരിയെ, നിന്റെ കുഞ്ഞിന്റെ രോഗം സൗഖ്യമായിട്ടത്രേ. ഹല്ലേലൂയ. കുഞ്ഞിനെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാവേ, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ കുഞ്ഞ് സൗഖ്യമാകാൻ പോവുകയാ. ആമേൻ. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഭാരപ്പെട്ടു വന്നിരിക്കുന്ന മാതാവ് ഇതിനകത്തിരിപ്പുണ്ട്. ആത്മാവിനോട് പറയുന്നു, നിന്റെ കുഞ്ഞ് സൗഖ്യമാകുന്നു, നിന്റെ കുഞ്ഞ് വിടുവിക്കപ്പെടുന്നു, നിന്റെ കുഞ്ഞ് സ്വതന്ത്രമാക്കപ്പെടുന്നു, ആ രോഗശക്തി വിട്ടുപോകുന്നു. യെസ്, ഇപ്പോൾ ഈ സമയം ആ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നീ വലിയ ബദ്ധപ്പാട് സഹിച്ചാണ് ഇവിടെ വന്നത്, വലിയ ഭാരം സഹിച്ചാണ് വന്നത്. പക്ഷെ ഇന്ന് പകൽ നിന്റെ ബദ്ധപ്പാട് മാറ്റി എന്റെ യേശു നിന്നെ തിരിച്ചു വിടുന്നു. ഓ സ്തോത്രം. ഇവിടെ നോക്ക്, ഒരു വിടുതലിന് വേണ്ടി ഒരു ബദ്ധപ്പാട് ആവശ്യമായിരുന്നു, ഒരു വിടുതലിന് വേണ്ടി ഒരു ഉത്സാഹം ആവശ്യമായിരുന്നു, ഒരു വിടുതലിന് എനർജി ആവശ്യമായിരുന്നു. അതുകൊണ്ട് എനർജി നഷ്ടപ്പെട്ട അവളുടെ ശരീരം, സ്തോത്രം, ഉത്സാഹം നഷ്ടപ്പെട്ട അവളുടെ ശരീരം, അവളെ ക്ഷീണിപ്പിക്കുന്ന, അവളെ മടുപ്പിക്കുന്ന, അവളെ തളർത്തുന്ന അവളുടെ ശരീരം. ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ നമ്മുടെ മനസ്സ് തളരും, മനസ്സ് മടുക്കും, ഉത്സാഹം പോകും, എനർജി നഷ്ടപ്പെടും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നാം എല്ലാ നിലകളിലും നിർജീവരായി നാം ഇരിക്കുവാനിടയാകും. എന്നാൽ സ്തോത്രം, അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ തനിക്കുള്ള മുഴുവൻ ശക്തിയും ആർജിച്ച് അവൾ ആ കളെ അതിജീവിച്ച് അവൾ വിടുതലിന് വേണ്ടി മുഴുവൻ ശക്തിയും അവൾ സംഹരിച്ചുകൊണ്ട് അവൾ ആ വിടുതലിലേക്ക് ഓടാൻ തയ്യാറായി. ഇന്ന് പകൽ നിന്റെ മുഴുവൻ എനർജിയും സംഹരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ കെട്ടഴിയും. ആമേൻ. ഞാനിവിടെ കാണുന്നു വലിയ വിടുതലുകൾ ഈ ഹോളിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ അനേക സാക്ഷ്യങ്ങൾ ഇതിനകത്ത് കേൾപ്പാനിട വരും. അതുപോലെ യേശു വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ നിരാശയായിട്ടാ നീ വന്നത്, വലിയ ഭാരമുള്ളവളായിട്ടാ നീ വന്നത്. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, നല്ലതുപോലെ ഉറങ്ങിയിട്ട് കാലങ്ങളായി. നിന്റെ ശരീരത്തിന് യാതൊരു സ്വസ്ഥതയുമില്ലാതെ ശരീരം മുഴുവൻ കെട്ടപ്പെട്ടവളെ പോലെ, സ്തോത്രം, എല്ലാ ഭാഗത്തും വലിഞ്ഞു മുറുക്കിയിരിക്കുന്നത് പോലെ. ആമേൻ. എന്നാൽ ഇന്ന് പകൽ ഞാൻ കാണുന്നു യേശുവിന്റെ കരം നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിക്കുകയാ. യേശുവിന്റെ കരം നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റുകയാ. ആമേൻ. നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചവളാണ്, ജീവിതം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചവളാണ്, പരാജയം കണ്ടവളാണ്. എന്നാൽ ഇന്ന് പകൽ എന്റെ യേശുവിൽ നിന്റെ ജീവിതം മാറാൻ പോകുകയാ. ആമേൻ. ദൈവാത്മാവിനോട് പറയുന്നു, അവരുടെ അസ്ഥികൾക്കെല്ലാം പിശാച് കെട്ടിയിരിക്കുക, ബന്ധനമാ, വേദനയാ. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. നിങ്ങളുടെ വിരൽ തുമ്പുകളിൽ പോലും ഇന്ന് പകൽ സൗഖ്യം അനുഭവിച്ചോ.
യേശു വിടുവിച്ചോണ്ടിരിക്കുക. യേശു വിടുവിച്ചോണ്ടിരിക്കുക. യേശുവിന്റെ കരം ആ മകളെ തൊട്ട് ഇപ്പോൾ അവളെ വിടുവിക്കുന്നു. യെസ് യെസ് യെസ്. ഹല്ലേലൂയ. ഇതാ നോക്കൂ, ബന്ധപ്പെട്ട് യേശുവിന്റെ അടുക്കലേക്ക് ആ സഹോദരി ഓടുക. പലരും ചോദിച്ചു കാണാം, നീ എവിടേക്കാ പോകുന്നേ? അവൾ പറയും, ഞാൻ യേശുവിന്റെ അടുക്കലേക്കാണ്, ഞാൻ യേശുവിന്റെ അടുക്കലേക്കാണ്. സ്തോത്രം. അല്പസമയം നിന്നിട്ട് പോകാം. അവൾ പറയും, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, എന്റെ അത്ഭുതം പോകുന്നു, എന്റെ അത്ഭുതം പോകുന്നു, എന്റെ അത്ഭുതം പോകുന്നു. ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം മുമ്പ് എനിക്കത് പ്രാപിക്കണം. ഒരു നിമിഷം മുമ്പെങ്കിലും എനിക്കത് വിടുതൽ പ്രാപിക്കണം. 10 ദിവസം കഴിഞ്ഞല്ല, 10 മാസം കഴിഞ്ഞല്ല, 10 മണിക്കൂർ കഴിഞ്ഞല്ല, അടുത്ത യോഗങ്ങളിലല്ല, ഇന്ന് പകൽ പറയണം, എനിക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷം എന്റെ വിടുതൽ എനിക്ക് പ്രാപിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നാളേക്ക് വെക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പോൾ യേശുവുണ്ട്, യേശുവുണ്ട്. എനിക്ക് അതിന് പിന്നെ വിടുതലിനായി കാത്തിരിക്കണം. അമ്മേ, യേശു ഉണ്ടോ എങ്കിൽ നീ എന്തിനാ കാത്തിരിക്കുന്നേ? എന്തിനാ കാത്തിരിക്കുന്നേ? ഇപ്പൊ പ്രാപിച്ചുകൂടെ? യേശു ഉണ്ടെങ്കിൽ നീ ഇപ്പൊ പ്രാപിക്കണം. അമ്മേ, നീ ഇപ്പൊ പ്രാപിക്കണം. നിന്നെ ഇതിനകർത്ത ഉണ്ടോന്നേ? ഇന്ന് പകൽ നീ ചിലത് പ്രാപിച്ചു ഇവിടുന്ന് പോകാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ നിന്നെ ചെറിയ പ്രായത്തിലെ യേശു മരണത്തിന് കൊടുക്കാതിരുന്നേ? മരണം നിന്നെ ചെറുപ്രായത്തിലെ പിടിക്കാൻ നോക്കിയതല്ലേ? സ്തോത്രം. നിന്നെ തകർക്കാൻ നോക്കിയതല്ലേ? നീ വളർന്നു വന്ന വഴികളിലെല്ലാം നിന്റെ ജീവിതത്തിന്റെ വഴികൾ അടച്ചില്ലേ? നിന്റെ വിദ്യാഭ്യാസം പോലും പിശാച് കെട്ടിക്കളഞ്ഞില്ലേ? നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിലും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? പലരുടെ മുമ്പിലും നീ ഒരു പരിഹാസ വിഷയമായില്ലേ? പലരും നിന്നെ നിന്ദിച്ചില്ലേ? ഒരു പൊട്ടനെ കാണുന്നത് പോലെ, ഒരു മന്ദബുദ്ധിയെ കാണുന്നത് പോലെ നിന്നെ കാണുന്ന ആളുകളില്ലേ? എന്നാൽ അവരുടെ നടുവിൽ ഇന്ന് പകൽ ആത്മാവ് നിന്നെ വിടുവിക്കാൻ പോകുക. യെസ് യെസ് യെസ്. അവരുടെ നടുവിൽ ഇന്ന് പകൽ ആത്മാവ് നിന്നെ വിടുവിക്കാൻ പോകുക. യേശുവിന്റെ കരം നിന്നെ തൊടുകയാ. ആ വിടുതൽ പ്രാപിച്ചോ? യെസ് യെസ്. ഒന്ന് എഴുന്നേറ്റേ മോനെ, നീ ഒന്ന് എഴുന്നേറ്റേ, നീ ഒന്ന് എഴുന്നേറ്റേ. നിനക്ക് ഹൃദയം തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്ത പോലെ മനസ്സിൽ നിന്റെ മനസ്സ് മുഴുവൻ ദുഃഖമാ. ചെറിയ പ്രായം മുതൽ, കുഞ്ഞു പ്രായം മുതൽ നീ അനുഭവിച്ച കഷ്ടതകൾക്ക് അറുതിയില്ല. എല്ലായിടത്തും മാറ്റി നിർത്തി നിന്നെ, എല്ലായിടത്തും നിന്നെ ഒഴിവാക്കി. റിജക്ഷൻസ് നിന്റെ മനസ്സിനകത്ത് കിടക്കുകയാ. നാട് വിട്ട് ഓടുവാൻ നീ ആഗ്രഹിച്ചു, ജീവൻ ഒടുക്കാൻ നീ താല്പര്യപ്പെട്ടു. സ്തോത്രം. നീ ചെയ്യുന്നതിലൊന്നും നിനക്ക് പൂർത്തീകരണം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. നീ ചെയ്യുന്നതെല്ലാം പാതി വഴിയിൽ നിന്നുപോയി. എന്നാൽ ഇന്ന് പകൽ നിന്റെ അപൂർണത എന്ന ബന്ധനം യേശു അഴിക്കാൻ പോകുക. ഈ പറഞ്ഞ നീ ഹാർട്ടിന് രോഗം വന്ന് തീരേണ്ടവനാ. നിന്റെ ഹൃദയത്തോട് ഒരു വിഷയം നീ അനുഭവിച്ചവനാ. എന്നാൽ ഇന്ന് പകൽ യേശു നിന്റെ ജീവിതം മുഴുവൻ വഴി മാറ്റാൻ പോകുകയാണ്. എല്ലാം പൂർത്തിയാക്കിയവൻ, സകലവും നിവർത്തിച്ചവൻ ഇന്ന് പകൽ നിന്നെ തൊടുകയാ. യെസ് യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹേ പരാജയമേ, ഹേ തകർച്ചയെ, ഹേ നിന്ദയെ, ഹേ അപമാനമേ, അതിന്റെ ബന്ധമേ ഇവനെ വിട്ടിപ്പോൾ അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കരയുന്നവന്റെ കണ്ണുനീരൊപ്പുന്നവൻ എന്റെ യേശു, പകരുന്നവനെ കൈപിടിച്ചുയർത്തുന്നവന്റെ യേശു. ആമേൻ. യേശുവിന്റെ അരികിൽ വരുമ്പോൾ ഹല്ലേലൂയ
നീ എത്രമാത്രം ആഴത്തിലേക്ക് താഴ്ന്നു പോയ വ്യക്തിയാണെങ്കിലും നിന്റെ കയ്യിൽ പിടിച്ച് നിന്നെ ഉയർത്തുവാൻ ഇന്ന് പകൽ യേശു മതിയായവനാ. ഹല്ലേലൂയ, ആമേൻ. എന്റെ യേശു മതിയായവനാ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, മരത്തുമേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ എഴുതിയ പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുകയാ. ആ ക്രൂശിലേക്ക് ഒരു നിമിഷം നോക്കിക്കേ. ആ ക്രൂശ് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, ആ ക്രൂശ് മാനവ ചരിത്രത്തിന്റെ നടുവിൽ. ആമേൻ. അവിടെ ചരിത്രം വഴിമാറുകയാ, അവിടെ കാലം വഴിമാറുകയാ, അവിടെ അധികാരം വഴിമാറുകയാ. ആ ക്രൂശ് ഒരധികാരം തകർക്കപ്പെടുന്നു, മറ്റൊരധികാരം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. ആമേൻ. മനുഷ്യവർഗത്തിന് മേൽ കിടക്കുന്ന സാത്താന്യ അടിമത്തം തകരുകയാണ്, സാത്താൻ അധികാരം തകരുകയാണ്. മരണാധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് ഇതാ യേശു കർത്താവ് ആമേൻ പുതിയതൊന്ന് അവിടെ സ്ഥാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം, 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 ദൈവരാജ്യം അവിടെ പിറവിയെടുക്കുക, അവിടെ പിറവിയെടുക്കുക. ദൈവരാജ്യം അവിടെ പിറവിയെടുക്കുക. ഇന്ന് പകൽ സന്തോഷത്തിന്റെ, വിടുതലിന്റെ, സമാധാനത്തിന്റെ, ഉയർച്ചയുടെ, അഭിവൃദ്ധിയുടെ, നന്മയുടെ ആ മണ്ഡലം അവിടെ തുറന്നു വരികയാ. ഹല്ലേലൂയ. ശാപത്തിന്റെ ഉറവ അവിടെ അടഞ്ഞു പോവുക, അനുഗ്രഹത്തിന്റെ ഉറവ അവിടെ തുറക്കുന്നു. അനുഗ്രഹത്തിന്റെ ഉറവ, അനുഗ്രഹത്തിന്റെ ഉറവ അവിടെ തുറക്കുന്നു. എവിടെയാണ് അനുഗ്രഹം തേടുന്നത്? ഇതാ യേശുവിലേക്ക് നോക്കൂ. അവിടെ അനുഗ്രഹത്തിന്റെ ഉറവയെ അവൻ തുറന്നിട്ടിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ ഉറവയെ അവൻ തുറന്നിട്ടിരിക്കുന്നു. ശാപം ഒഴുകിയ സ്ഥലത്ത് അനുഗ്രഹം ഒഴുകുകയാണ്, അനുഗ്രഹം ഒഴുകുകയാണ്. കവിഞ്ഞൊഴുകുന്ന, കവിഞ്ഞൊഴുകുന്ന, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ഇത് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ.